ഹലോ ഗായ്സ്, നമ്മൾ നോക്കാൻ പോണേ ഈ ഫുട്ബോൾ തന്നെ ഫ്രീ ആയി കിട്ടിയതിൽ ടോപ്പ് 11 കാർഡ്സാണ് ഗൈസ്. ആദ്യമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോയിക്കോവിച്ചിനെ കുറിച്ചാണ് ഗൈസ്. നല്ലൊരു ഗോൾ പൗച്ചറാണ്, നിങ്ങൾക്കറിയാം, ഉള്ളവർക്കൊക്കെ അറിയാം. ഒരു അണ്ടർ റേറ്റഡ് ഗോൾ പൗച്ചറാണ്, നല്ല ഇതൊക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്നത് ബെൻ വൈറ്റ് ആണ് കേട്ടോ. ബെൻ വൈറ്റ് ആയിട്ട് നല്ലൊരു അറ്റാക്കിങ് ഫുൾ ബാക്കാണ് ഗൈസ്. ഉള്ളവർക്ക് അറിയട്ടോ, നല്ലൊരു എഡ്ജ് ക്രോസിങ് സ്കില്ലൊക്കെ വരുന്ന ഒരു പ്ലെയറാണ്. നമ്മളെ റോഡ്രി ഹാങ്കർമാർ ഒരു രക്ഷയില്ലാത്ത കാർഡാട്ടോ. സ്റ്റാറ്റ്സ് നോക്കിയാൽ അറിയാം, നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റും ഹൈറ്റൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. നമുക്ക് പറയാനുള്ള ബെക്കംബോറിനാണ് കേട്ടോ ഗൈസ്. ബെക്കംബോറിന് നല്ലൊരു ബിൽഡപ്പാണ്, നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബിൽഡപ്പാണ്. നല്ല രീതിക്ക് ഹെഡിങ്ങും കുഴപ്പമില്ലാത്ത കളി കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് കഫൂനെ ഞങ്ങൾക്കറിയാം, അറ്റാക്കിങ് ഫുൾ ബാക്കാണ്. നല്ല രീതിക്ക് സ്റ്റാറ്റ്സൊക്കെ കൊനാമി തന്നിട്ടുണ്ട്. ഈ കാർഡിന് 99ഓളം സ്റ്റാമിന വരുന്നുണ്ട്. പിന്നെ നമ്മളെ ക്രിസ്മസ് സ്നൈഡർ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതേപോലെ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. പിന്നെ ഡബിൾ ടച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ന്യൂനസും എൻട്രിക്കൊക്കെ നല്ലൊരു കാർഡ് തന്നെയാണ് കേട്ടോ. പിന്നെ സ്നൈഡറിൻ്റെ ഒപ്പം വന്ന അതേപോലെ ഡേവിഡ് വിയ, പിന്നെ നമ്മളെ ടോണി ആദംസ് കേട്ടോ. ഹിസ്റ്റർ കാർഡാണ്, നല്ലൊരു കാർഡാണ് കേട്ടോ, നല്ല സൂപ്പർ കാർഡാണ്. പിന്നെ നമ്മളെ ഇനിയസ്റ്റ, നമുക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ, ഫ്രീ ആയി തന്നതാണ്. നല്ല കാർഡാണ് കേട്ടോ, നല്ല സൂപ്പർ കാർഡാണ് നല്ല. പിന്നെ നമ്മളെ നെയ്മർ സാൻഡോത്തെ നെയ്മർ ഡീപ് പ്ലേ ഫോർവേഡാണ്, ഒരു രക്ഷയില്ലാത്ത കാർഡാട്ടോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മളെ ഫ്രീ ആയി കിട്ടിയില്ല ഏറ്റവും വെറുത്ത കാർഡാണ് നമ്മളെ കോസ്റ്റക്കോട്ടയാണ് ഗൈസ്. കോസ്റ്റക്കോട്ടയൊക്കെ അറിയാം, ഏറ്റവും വെറുത്ത കാർഡാണ് നമുക്ക് ഫ്രീ ആയി കിട്ടിയില്ല ഗൈസ്. ഇതിൽ ഞാൻ കാർഡ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.